ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കഥയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മലയാളം കഥയിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കഥയുടെ പേരെന്താ? ദാഹമുള്ള കാക്ക. ദാഹത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ? തേഴ്സ്റ്റി. അപ്പം ദ തേഴ്സ്റ്റി ക്രോ. ദാഹമുള്ള കാക്ക, ദ തേഴ്സ്റ്റി ക്രോ. ഇതാണ് കഥയുടെ പേര്. അപ്പം നമ്മളിവിടെ ഞാൻ പറഞ്ഞില്ലേ, മലയാളം കഥകളിലൂടെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ ഈ കഥ നമ്മൾ ഓരോ പോയിൻ്റ് വൈസ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പം പോയിൻ്റ് വൈസ് ആയിട്ട് നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് കഥയും മനസ്സിലാകും. മെയിനായിട്ട് നമുക്ക് എങ്ങനെ ഓരോ സെൻറ്റൻസിനെയും ഇംഗ്ലീഷിലോട്ട് മാറ്റിയെടുക്കാമെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്താ? അത് ഒരു ചൂടുള്ള വേനൽക്കാല ദിനമായിരുന്നു. അപ്പോൾ ചൂടുള്ളയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹോട്ട്. വേനൽക്കാലം എന്ന് പറഞ്ഞാൽ എന്താ? സമ്മർ. ദിനം എന്ന് വെച്ചാൽ ഡേ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് എഴുതാമെന്ന് നോക്കാം. അത് ഒരു ചൂടുള്ള വേനൽക്കാല ദിനമായിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ ഡേ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ ഡേ. അത് ഒരു ചൂടുള്ള വേനൽക്കാല ദിനമായിരുന്നു. ഇതാണ് ഫസ്റ്റ് പോയിൻ്റ്, ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പോയിൻറ്റിലോട്ട് നോക്കാം. അപ്പോൾ സെക്കൻഡ് പോയിൻ്റ് എന്താ? ഒരു കാക്കയ്ക്ക് വളരെ ദാഹമുണ്ടായിരുന്നു. ഒരു കാക്കയുടെ ഇംഗ്ലീഷ് എന്താ? എ ക്രോ. വളരെ എന്ന് വെച്ചാൽ എന്താ? വെരി. ദാഹം, തേഴ്സ്റ്റി. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഒരു കാക്കയ്ക്ക് വളരെ ദാഹമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വാസ് യൂസ് ചെയ്തിട്ട് എഴുതും. നമ്മൾ ഒരു കാക്കയ്ക്ക് വളരെ ദാഹമുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. എ ക്രോ വാസ് വെരി thirsty. ഇപ്പുറത്ത് എഴുതാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കാം. എ ക്രോ വാസ് വെരി thirsty. ഒരു കാക്കയ്ക്ക് വളരെ ദാഹമുണ്ടായിരുന്നു. എ ക്രോ വാസ് വെരി thirsty. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം സ്റ്റോറിയുടെ. അപ്പോൾ തേർഡ് പോയിന്റ് എന്താ? അത് എല്ലായിടത്തും വെള്ളം തേടി. അപ്പോൾ എല്ലായിടം എന്ന് വെച്ചാൽ എന്താ? എവ്രിവെയർ. വെള്ളം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ. തേടിയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സെർച്ച്. അപ്പോൾ അത് എല്ലായിടത്തും വെള്ളം തേടി. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇറ്റ് സെർച്ച്. ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ സെർച്ചിൻ്റെ കൂടെ ഇ ചേർത്തത്. ഇറ്റ് സെർച്ച് ഫോർ വാട്ടർ എവ്രിവെയർ. ഇതാണ് സെക്കൻഡ് പോയിന്റ്. അപ്പം എങ്ങനെയാണ് ഇത് പറയുന്നത്? അത് എല്ലായിടത്തും വെള്ളം തേടി. ഇറ്റ് സെർച്ച്ഡ് ഫോർ വാട്ടർ എവ്രിവെയർ. ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് അല്ല, തേർഡ് പോയിന്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം കഥയുടെ. അപ്പോൾ ഫോർത്ത് പോയിന്റ് എന്താ? ഒടുവിൽ കാക്ക ഒരു കുടം കണ്ടു. ഒടുവിൽ എന്ന് വെച്ചാൽ എന്താ? അറ്റ് ലാസ്റ്റ്. പക്ഷെ ഒടുവിൽ അവസാനമാണ് കാക്ക ഒരു കുടം കണ്ടത്. അപ്പോൾ ഒടുവിൽ എന്ന് വെച്ചാൽ അറ്റ് ലാസ്റ്റ് കാക്ക ഒരു കുടത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? പോട്ട്. കുടം, പോട്ട്. പോട്ട്. കണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് നമ്മളിവിടെ എന്ന് പറയും. കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റ് ടെൻസ് അല്ലേ? ഒടുവിൽ ഒരു കാക്ക ഒരു കുടം കണ്ടു, അതൊരു പാസ്റ്റ് ടെൻസ്. അപ്പം നമ്മളിവിടെ നമുക്കിവിടെ ഇപ്പം അപ്പം സിയുടെ പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ സിയുടെ പാസ്റ്റ് ടെൻസ് ആണ് അപ്പോൾ ടോട്ടൽ 3 ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ സീൻ. അപ്പം ഇവിടെ നമ്മൾ ആയിരുന്നു, പാസ്റ്റ് ടെൻസ് ആണ്. ഒടുവിൽ കാക്ക ഒരു കുടം കണ്ടു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഒടുവിൽ എങ്ങനെ എഴുതണ്ടേ? അറ്റ് ലാസ്റ്റ് ക്രോ. കാക്ക ഒരു എന്താ? കണ്ടു. അറ്റ് ലാസ്റ്റ് ക്രോ
എ അറ്റ് ലാസ്റ്റ് ക്രോ സാ എ പോട്ട്. ഒടുവിൽ കാക്ക ഒരു കുടം കണ്ടു. അറ്റ് ലാസ്റ്റ് ക്രോ സാ എ പോട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് പോയിന്റ് എന്ന്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ഫിഫ്ത്ത് പോയിന്റ് എന്താ? കുടത്തിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് വെച്ചാൽ കുടത്തിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടം എന്ന് വെച്ചാൽ എന്താ? പോട്ട്. കുറച്ച് വെള്ളം, ലിറ്റിൽ വാട്ടർ. കുറച്ച് വെള്ളം, ലിറ്റിൽ വാട്ടർ. കുറച്ചെന്ന് വെച്ചാൽ ലിറ്റിൽ വെള്ളം, വാട്ടർ. കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. There was a ഞാനൊന്ന് റബ്ബ് ചെയ്തേ. There was little a വരില്ല. There was little waterനെ വരത്തുള്ളൂ. There was little water in the pot. അപ്പോൾ കുടത്തിൽ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടത്? There was little water in the pot. There was little water in the pot. ഫിഫ്ത്ത് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ സിക്സ് പോയിന്റ് എന്താ? സിക്സ് പോയിന്റ് കാക്കയ്ക്ക് വെള്ളത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. വെള്ളം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ. എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ച് എന്ന് പറയാം. ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് ഇവിടെ കുഡ് നോട്ട് റീച്ച് അങ്ങനെ പറയാം. കാക്കയ്ക്ക് വെള്ളത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാമെന്ന് നോക്കാം. The crow could not reach the water. കാക്കയ്ക്ക് വെള്ളത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. The crow could not reach the water. അപ്പോൾ ഇതാണ് സിക്സ്ത് പോയിന്റ്. അപ്പം നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഈ ഒരു ചെറിയ കഥയും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇപ്പോൾ സെവൻത് പോയിന്റ് എന്താ? കാക്ക ഒരു പദ്ധതി ആലോചിച്ചു. പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാൻ. ആലോചിക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണ്. ആലോചിച്ചു. അപ്പം തോട്ട്. കാക്ക ഒരു പദ്ധതി ആലോചിച്ചു. പദ്ധതി, പ്ലാൻ. ആലോചിച്ചു, തോട്ട്. അപ്പോൾ എങ്ങനെ എഴുതേണ്ടതെന്ന് നോക്കാം. The crow thought of a plan. അപ്പോൾ ഇങ്ങനെയാണ് ദ ക്രോ തോട്ട് ഓഫ് എ പ്ലാൻ. കാക്ക ഒരു പദ്ധതി ആലോചിച്ചു. ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് തോട്ട് വന്നത് ഇവിടെ. ദ കാക്ക ഒരു പദ്ധതി ആലോചിച്ചു. ദ ക്രോ തോട്ട് ഓഫ് എ പ്ലാൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? കാക്ക ചെറിയ കല്ലുകൾ എടുത്തു. ചെറിയ സ്മോൾ കല്ലുകൾ, സ്റ്റോൺസ്. എടുക്കുക. ഇത് ഈ ഒരു സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ എടുത്തു എന്ന് വെച്ചാൽ എന്താ? പിക്ഡ് അപ്പ്. കാക്ക ചെറിയ കല്ലുകൾ എടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. The crow കാക്ക ചെറിയ കല്ലുകൾ എടുത്തു. The crow എടുത്തു. Picked up. The crow picked up small stones. The crow picked up small stones. കാക്ക ചെറിയ കല്ലുകൾ എടുത്തു. അപ്പോൾ എടുത്തു എന്ന് പറഞ്ഞ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് പിക്ഡ് പിക്കിൻ്റെ കൂടെ വന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ the crow picked up small stones. ചെറിയ കല്ലുകൾ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. കഥയുടെ നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ചെറിയ കല്ലുകൾ കുടത്തിലേക്ക് ഇട്ടു. ചെറിയ കല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ സ്റ്റോൺസ്. കുടം എന്ന് പറഞ്ഞാൽ പോട്ട്. കുടത്തിലേക്ക് ഇട്ടു. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്.
അപ്പം ഇടുക എന്ന് പറഞ്ഞാൽ ഡ്രോപ്ഡ് ഇൻ ടു ദ പോട്ട്. അപ്പോൾ എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. ഇത് ചെറിയ കല്ലുകൾ കുടത്തിലേക്ക് ഇട്ടു. The small stones dropped into the pot. The small stones dropped into the pot. ചെറിയ കല്ലുകൾ കുടത്തിലേക്ക് ഇട്ടു. The small stones dropped into the കുടത്തിലേക്ക് ഇട്ടു. dropped into the pot. എങ്ങോട്ടാ? പോട്ട്, കുടത്തിലേക്ക്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? വെള്ളത്തിൻ്റെ നില ഉയർന്നു. വെള്ളം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ. നില ഉയർന്നു. ലെവൽ. നില എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ വെള്ളത്തിൻ്റെ ലെവൽ ഉയർന്നു. ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഉയർന്നു. അപ്പോൾ ഉയരുക, അതിൻ്റെ വേർഡ്, ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ റൈസ്. അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് റോസ് അപ്പ് നമുക്ക് പറയും. അല്ലെങ്കിൽ റൈസ് അപ്പ് എന്ന് പറയേണ്ടത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് നമ്മൾ റൈസിൻ്റെ പാസ്റ്റ് ഫോം ആണ് റോസ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. വെള്ളത്തിൻ്റെ നില ഉയർന്നു. The water level rose up. വെള്ളത്തിൻ്റെ നില ഉയർന്നു. The water level rose up. നെക്സ്റ്റ് പോയിന്റ് എന്താ? ഉടൻ വെള്ളം മുകളിലെത്തി. ഉടൻ എന്ന് വെച്ചാൽ എന്താ? സൂൺ. വെള്ളം, വാട്ടർ, മുകളിൽ, അപ്പ്, എത്തി എന്ന് വെച്ചാൽ എന്താ? റീച്ച് എന്ന് പറയാം, കെയിം എന്ന് പറയാം. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഉടൻ വെള്ളം മുകളിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് എത്തി എന്ന് വെച്ചാൽ നമുക്ക് കം എന്ന് പറയാം. കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കെയിം. അപ്പം നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കാം. ഉടൻ വെള്ളം മുകളിലെത്തി. സൂൺ the water came up. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, കാക്ക വെള്ളം കുടിച്ചു. വെള്ളം എന്ന് വെച്ചാൽ എന്താ? വാട്ടർ. കുടിക്കുക, ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. കാക്ക വെള്ളം കുടിച്ചു, പാസ്റ്റ് ടെൻസ്. അപ്പം കുടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രിങ്ക്. അപ്പോൾ ഡ്രിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഡ്രാങ്ക്. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. കാക്ക വെള്ളം കുടിച്ചു. The crow drank the water. കാക്ക വെള്ളം കുടിച്ചു. The crow drank the water. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? കാക്ക സന്തോഷിച്ചു. സന്തോഷിക്കയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ഹാപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതൊരു ചെറിയ സെൻറ്റൻസ് ആണ്. The crow was happy. കാക്ക സന്തോഷിച്ചു. The crow was happy. നെക്സ്റ്റ് പോയിന്റ് എന്താ? 14 പോയിന്റ് ആണ്. അത് പറന്നു പോയി. ആരാ പറന്നു പോയത്? കാക്കയാണ് പറന്നു പോയത് കേട്ടോ. അത് പറന്നു പോയി. അപ്പം ഇതും ഒരു പാസ്റ്റ് ടെൻസ് ആണ്. അത് പറന്നു പോയി. അപ്പോൾ പറക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അതെന്ന് വെച്ചാൽ എന്താ? ഇറ്റ്. പറക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈ. അപ്പോൾ ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ്, കാര്യം കഴിഞ്ഞു പോയ കാര്യം ഇത്. അപ്പം ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ് ഫ്ലൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അത് പറന്നു പോയി. It flew away. അത് പറന്നു പോയി. It flew away. അപ്പോൾ കാക്ക സന്തോഷിച്ചു. അത് കഴിഞ്ഞ് അത് പറന്നു പോയി. It flew away. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് നോക്കാം നമുക്ക്. അപ്പോൾ കഥ തീരാറായിട്ടോ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അപ്പോൾ ഈ സ്റ്റോറിയുടെ മോറൽ എന്താ? ആഗ്രഹം ഉള്ളിടത്ത് മാർഗമുണ്ട്. കഥ തീർന്നു. അപ്പോൾ ഇതിൻ്റെ മോറൽ എന്താ? ഇതിൻ്റെ സെൻറ്റൻസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആഗ്രഹം ഉള്ളിടത്ത് മാർഗമുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? Where there is a
Where there is a will, there is a way. Where there is a will, there is a way. അപ്പോൾ ആഗ്രഹമുള്ളിടത്ത് മാർഗമുണ്ട്. Where there is a will, there is a way. ഇതൊരു ഫേമസ് പ്രോവർബാണ്. അപ്പോൾ ഇതാണ് ഈ കഥയുടെ മോറൽ. ഓക്കെ, നമുക്കപ്പോൾ നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് നെക്സ്റ്റ് കഥ നമുക്ക് വേറൊരു കഥയായിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ പഠിക്കാമെന്ന് നോക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.